പെരുമ്പാവൂരിൽ ലഹരിമരുന്ന് വിൽപ്പനക്കാരെ ലക്ഷ്യമിട്ട് വ്യാപക പരിശോധന. 2 ദിവസത്തെ പരിശോധനയിൽ 60 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായായിരുന്നു പരിശോധന. 2 കിലോയോളം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിലായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുന്നു. കിരൺ, പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ടോ? കൃഷ്ണരാജ്, ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസം നടത്തിയ പരിശോധനയിലാണ് 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന ഞായറാഴ്ച പുലർച്ചെ വരെ തുടർന്നിരുന്നു. ഇതിനിടയിൽ ആണ് നിരവധി ആളുകളെ ഈ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തുന്നത്, ഒപ്പം തന്നെ അസാൻമാർഗിക പ്രവൃത്തികൾ നടത്തുന്നത് അടക്കമുള്ള നിരവധി ആളുകളെയാണ് പോലീസ് പിടികൂടിയത്. കണ്ടന്തറ ഭാഗത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ഒരാളെ പിടികൂടുകയുണ്ടായിരുന്നു. ഇത് 2 കിലോ കഞ്ചാവുമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലായിരുന്നു കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത്. ഒപ്പം തന്നെ പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് 1.5 കിലോ കഞ്ചാവുമായി ഓജിർ ഹുസൈൻ എന്ന ആളെയും പോലീസ് പിടികൂടിയിരുന്നു. ബംഗാൾ കോളനികളിൽ ആളുകളെ ലക്ഷ്യമിട്ട് മലയാളികളും ഒപ്പം തന്നെ ഈ വിവിധ ഭാഷാ തൊഴിലാളികളെയും ലക്ഷ്യം വിട്ടുകൊണ്ട് നടത്തിയിരുന്ന വിദേശ മദ്യ വിൽപ്പനശാലയും പോലീസ് പിടികൂടുകയും ഇവിടെ നിന്ന് 7 ലിറ്ററോളം വിദേശ മദ്യവുമായി ഷാനു ഷെയ്ഖ് എന്ന ആളെയും പോലീസ് പിടികൂടുകയുണ്ടായിരുന്നു. മാത്രമല്ല, പെരുമ്പാവൂർ സ്റ്റാൻഡിനും പരിസരത്തും അസാൻമാർഗിക പ്രവർത്തികൾ നടത്തിയിരുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 6 സ്ത്രീകളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. നേരത്തെ ഈ ഓപ്പറേഷൻ പെരുമ്പാവൂരിന്റെ ഭാഗമായിട്ട് ഒരു ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ലഹരി മരുന്നുകൾ അടക്കമുള്ളവ പോലീസ് പിടികൂടിയിരുന്നു. പെരുമ്പാവൂരിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളൊപ്പം തന്നെ നിയമവിരുദ്ധ പ്രവർത്തികളും തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ ആരംഭിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസം കർശനമായിട്ടുള്ള പരിശോധന നടന്നത്. പെരുമ്പാവൂരിൽ വ്യാപക പരിശോധനയാണ് 2 ദിവസങ്ങളിലായി നടന്നത്. 60 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ.